നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചാൽ, ഈ കർക്കിടക മാസത്തിലൊക്കെ നമ്മളെ കൊണ്ട് നിർബന്ധപൂർവം നാട്ടിൽ കഴിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്, മരുന്ന് കോഴി അല്ലെ. അത് കഴിച്ച ആൾക്കാർക്ക് അറിയാം, ഇങ്ങനെ മരുന്ന് കോഴി കഴിച്ച് കിടക്കുകയാണ് എന്നൊക്കെ പല സമയത്തും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ കർക്കിടക മാസം അല്ലാതെ തന്നെ നോർമൽ ആയിട്ടുള്ള രീതിയിൽ ഏതൊരു വീട്ടിലും മുത്തശ്ശിമാര് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയാ BP, കൊളസ്ട്രോൾ, പ്രസവിച്ച് കിടക്കുകയാണെങ്കിൽ വയറിന് നല്ലതിന് വേണ്ടിയിട്ട് പല 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 റീസൺസ് കാരണം കൊണ്ട് ഒരു സംഭവം കഴിക്കാൻ പറയും. എന്താണത്? കോഴി രസം. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രാമങ്ങളിൽ ചെയ്യുന്ന ഒരു കോഴി രസം, വില്ലേജ് സ്റ്റൈലിൽ ചെയ്യുന്ന കോഴി രസം. ഓക്കെ, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ. ഇത് ചൂട് ചോറിന്റെ കൂടെ, അതും എങ്ങനെ വേണം ചോറ്? കുഴഞ്ഞ പോലുള്ള ചോറ്, ഈ എന്താ പറയാ, കുറച്ചൊന്ന് ഒട്ടിയ പോലെ ഉണ്ടാവില്ലേ ചോറ്, അതുപോലുള്ള ചോറിന് കൂട്ടി കഴിക്കാനുള്ളതാണ് കോഴി രസം. ഓക്കെ, ആദ്യം നമുക്ക് കോഴി രസത്തിന് വേണ്ട സാധനങ്ങൾ നോക്കാം. ശരിക്കും പറഞ്ഞാൽ നാടൻ കോഴി എടുക്കുകയാണെങ്കിൽ എടുത്തോളൂ, വിരോധമില്ല. ഞാനിപ്പോൾ മിക്സ് ചെയ്തിരിക്കുകയാണ്, കുറച്ച് നാടൻ കോഴിയും കുറച്ച് ബ്രോയിലറും കൂടിയിട്ടുള്ളത് മിക്സ് ചെയ്തിരിക്കുകയാണ്. മിക്സ് ചെയ്യണത് എങ്ങനെ വേണം? എന്താ പറയുക, ഫുൾ എല്ലിൻ്റെ ഭാഗങ്ങളായിരിക്കണം, എല്ലാം ആ ഒരു എല്ലിൻ്റെ ആ ഒരു സ്റ്റൈലായിരിക്കണം നമുക്ക് വേണ്ട ഒരു സംഭവം. ഓക്കെ, എല്ലിൻ്റെ കഷ്ണങ്ങൾ മെയിനായിട്ട്. ഓക്കെ, എല്ലായിട്ടുള്ള രീതിയിലുണ്ടെങ്കിൽ അങ്ങനെ. ഇത് ഞാനിപ്പോൾ മുറിക്കും, ഇപ്പം ഇങ്ങനെ വലിയ പീസിൽ കിടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കഴുത്ത് അതൊക്കെ എടുക്കാട്ടുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ കോഴി ഒരു 1/2 കിലോളം കോഴി. ഇനി തക്കാളി 2 എണ്ണം, പച്ചമുളക് 1, ഒരു 15 ചെറിയ ഉള്ളി. ഓക്കെ, ഇത് നേരാക്കണം, ഇത് മുറിക്കണം, ഇത് നീളത്തിൽ കീറണം. അതുമായില്ലേ. ഇനി അടുത്തതിലേക്ക് പോവാം. ഇത് നമ്മൾ അരയ്ക്കും. ഓക്കെ, 1 സ്പൂൺ നല്ല ജീരകം, അതായത് രസത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ജീരകം, 1 സ്പൂൺ പെരുംജീരകം. ഓക്കെ, ഇപ്പുറത്തുള്ളത് 2 ഗ്രാമ്പു, 2 വറ്റൽമുളക്, 1.5 സ്പൂണോളം മല്ലിപ്പൊടി, വലിയ സ്പൂണിന് 1 സ്പൂണോളം കുരുമുളക്, 2 ചെറിയുള്ളി, ഒരു 6-7 മറ്റേ വെളുത്തുള്ളി. ഓക്കെ, ഇത് നമ്മൾ അരയ്ക്കും. ഇതാണ് നമ്മുടെ മസാല. ഇനി നമ്മൾ ബാക്കിയുള്ള പ്രൊസീഡിങ്സിന് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കണം. വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊസീഡിങ്ങിൽ കിടക്കോ. ഇവിടെ 5 സ്പൂണ് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോളൂ. നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യണം, വേറൊന്നും യൂസ് ചെയ്യരുത്. ഇവിടെ 1 സ്പൂണ് കടുക്, 2 വറ്റൽമുളക്, 1 പിടി കറിവേപ്പില, നന്നായിട്ട് ഇതാക്കുന്നു. എന്നതിന് ശേഷം മുറിച്ച് വെച്ച 1 പച്ചമുളക്, ആ 10-15 ഉള്ളി 2 ഇനി ഇത് നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ, ഞാൻ പറഞ്ഞില്ലേ മറ്റേ ജീരകവും എന്താണ് പറയുക, മെഡിക്കൽ റൈസ് പോലെ ഞാൻ അന്ന് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തന്നില്ലേ, വെള്ളുള്ളി ചോറ്, അതുപോലെയൊക്കെ കഴിക്കേണ്ടതിൽ ഒന്നാണിത്. ആരോഗ്യത്തിന് ഇത് സൂപ്പ് പോലെ കുടിക്കാം. എന്താ പറയുക, തമിഴ്നാട്ടിൽ കിട്ടില്ലേ നാട്ടുകോഴി സൂപ്പ്, ഇതൊക്കെ തന്നെയാണ് സംഭവം. നമ്മളിത് രസം പോലെ ഒഴിച്ചുണ്ണണമെന്ന് മാത്രം. ഇതാവണ സമയം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സംഭവം മിക്സിയിലിട്ടിട്ട് അരച്ച് എടുക്കാത്തുള്ളൂ. ആ മസാല അരക്കാൻ ഇടുന്നതിന് മുമ്പായിട്ട് ആ 2 കാണിച്ച തക്കാളി ഇതുപോലെ മുറിച്ചിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഇതിൽ കിടന്ന് ഉടഞ്ഞ് ആവണം. ആ സമയം കൊണ്ട് ഇട്ട മസാല നമുക്ക് അരച്ചിട്ട് വരാം. ഇത് ഇപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചതച്ച് വെച്ചിട്ടുള്ള സംഭവം
ഈ സംഭവം ഇടുന്നതോട് കൂടിയിട്ട് കോഴി രസം ഒരു ഡിഫറെൻറ്റ് ലെവലിലേക്ക് എത്തും. അതാണ് ഈ മസാലയുടെ പ്രത്യേകത. പിന്നെ 2-3 വെളുത്തുള്ളിയുടെ ആ മറ്റേ തൊലിയോട് കൂടിയിട്ട് ഇട്ടോളൂ, എന്നാലേ അത് നന്നായിട്ട് ഉണ്ടാവുള്ളൂ. ഈ മസാലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതും കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് ആക്കി വയ്ക്കുക. നന്നായിട്ട് ഇളക്കുക. നല്ല മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ഈ മസാല ആവണ സമയത്ത് ഓബ്വിയസ്ലി ചിക്കനിന് വെള്ളം വരും, അതൊന്നും കണക്കാക്കണ്ട. ബിക്കോസ് ഇത് കോഴി രസമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വെള്ളം വേണം. 3 ഗ്ലാസ് വെള്ളം കണക്കാക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഇത് നന്നായി തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ ആ എല്ലുള്ള കോഴി മുറിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യും. ഇതിങ്ങനെ നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. അപ്പോൾ വീണ്ടും ഞാൻ വെള്ളം ആഡ് ചെയ്യും. എന്നിട്ടാണ് അത് ആഡ് ചെയ്യാൻ പോണത് കേട്ടുള്ളൂ ചിക്കൻ. അപ്പോൾ ഇനി ഇത് തിളച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നന്നായി തിളക്കിണ്ട്. വലിയ വലിയ പീസസ് ആക്കുക. എല്ലെന്നെ വേണം. ഒരുപാട് വെറുതെ ബോൺലെസ് ഒന്നും ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലുള്ള ഭാഗം തന്നെ എടുക്കണം. കഴുത്ത്, അങ്ങനത്തെ കാല്, ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ എടുക്കുക. എല്ലൊക്കെ ഇട്ടോളൂ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി നല്ല പോലെ വീണ്ടും 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് അങ്ങോട്ട് തിളയ്ക്കാൻ വെക്കുക സിമ്മിൽ. ഈ സിമ്മിൽ ഇത് നന്നായി തിളച്ച് നല്ല ഒരു എന്താ പറയുക, ഒരു നല്ല വെള്ളം പോലത്തെ ഒരു ചാറ് കിട്ടും. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ആ പരുവെന്നുള്ളത് കേട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കോഴി രസം അടിപൊളി മണം. ഇത് നിങ്ങൾ ഉണ്ടാക്കുക തന്നെ വേണം കേട്ടുള്ളൂ. എൻ്റെ ഒരു അഡ്വൈസ് അതാണ്. നോക്കുക, ഇതിങ്ങനെ വെള്ളം പോലെ തന്നെ ഉണ്ടാവുക. രസമല്ലേ ഒന്നുമില്ലെങ്കിൽ. ഇനി കുട്ടികൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്ന് എല്ലിന്ന് കഷ്ണമൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ആക്കിയിട്ട് സ്ട്രെയിൻ ചെയ്ത് കൊടുക്കും, അരിച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ അവർക്ക് ഒന്നും തടയില്ലല്ലോ. ഞാൻ ഒന്ന് ഉപ്പും ഇതൊക്കെ ഒന്ന് നോക്കട്ടെ. ഓസം. എന്ത് ടേസ്റ്റാ! അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതുപോലെ ഉള്ളതാണ് നാട്ടുകോഴി സൂപ്പ് എന്നും പറഞ്ഞ് നമുക്ക് കിട്ടണത്. ഇതിങ്ങനെ വെള്ളം പോലെ അരിച്ചു വെച്ചിട്ട് നമുക്ക് തരും. ഒരു പീസ് ചിക്കനും ഇട്ടിട്ട് അതിനിങ്ങനെ പൈസ കൊടുക്കുക. വീട്ടിൽ തന്നെ ഉണ്ടാക്കി എത്ര നല്ലതാ. അപ്പോൾ എന്തായാലും നാട്ടുകോഴി രസം ഞാൻ യാത്ര പറയില്ല. എന്താ കാരണം? ചുട്ട പപ്പടും ചോറിൻ്റെയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. അപ്പം ഞാൻ അപ്പോഴേ യാത്ര പറയുള്ളൂ. ഇപ്പം യാത്ര പറഞ്ഞ് പോണ പ്രശ്നമില്ല. ഓക്കെ, ഇറക്കി വെക്കട്ടെ. അപ്പോൾ പണ്ടത്തെ രീതിയിലുള്ള പാത്രത്തിൽ ചോറും ചുട്ട പപ്പടവും കോഴി രസവും റെഡി. ഇനി ഇത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കുഴഞ്ഞ പോലത്തെ ചോറായിരിക്കണം, എന്നാലേ അത് നന്നായിരിക്കുള്ളൂ. എല്ലിൽ എടുക്കാനൊന്നുമില്ല, എന്നാലും ആ എല്ലിന്ന് വരുന്നത് അത്രയും ടേസ്റ്റിയാണ്. പണ്ടത്തെ മുത്തശ്ശിമാർ കഴിക്കൂ കഴിക്കൂ കഴിക്കൂ, ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയണത് കുറ്റമല്ല. ടേസ്റ്റിനൊരു കോംപ്രമൈസ് ഇല്ലതാനും, എന്നാലും സൂപ്പർബായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ യാത്ര പറയാം. ഉണ്ടാക്കി നോക്കുക. വിനീസ് കിച്ചണിൽ ഇതുപോലുള്ള പല റെസിപ്പീസ് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസ്, മറന്നുപോയ കുറേ റെസിപ്പീസൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ടേക്ക് കെയർ ആൻഡ് ബൈ. വേറൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.